എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇത് പറയണമെന്ന് ആഗ്രഹിച്ചു. പുള്ളുവൻ ഉണ്ടായിരുന്നെങ്കിൽ എമ്പണ്ടേ ഞാനിത് നിങ്ങളുടെ ചെവിയിൽ എത്തിച്ചേനെ. പിന്നെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഓരോ ഗ്രാമങ്ങളൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സംവദിക്കാൻ പറ്റുന്നു. വളരെ നല്ലൊരു കാര്യം. ഞാൻ ഇപ്പോൾ എന്റെ കൊച്ചുചെറുക്കന്റെ വീട്ടിലാണ് നിൽക്കുന്ന, വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളോടാണ്, നിലവിലെ മുതിർന്ന സ്ത്രീകളോടാണ് എനിക്ക് ജനറലൈസ് ചെയ്ത് പറയുകയല്ല, എന്നാലും എന്നെ സംബന്ധിച്ച് നിങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. എന്റെ പൊന്നു മക്കളെ, വീടും പരിസരവും വൃത്തിയാണോ നോക്കി കിണറ്റിൽ ക്ലോറും പൊടി ഇടാൻ വരുന്ന ആശാവർക്കർ അല്ല ഞാൻ. നിങ്ങൾ 8 കൊല്ലം മുമ്പ് വാങ്ങി ഇപ്പൊ മല്ലിപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന ആ പാട്ടയില്ലേ, ഹോർലിക്സ് പാട്ട, അത് പൊക്കി അതിന്റെ അടിയിൽ അഴുക്കുണ്ടോന്നൊന്നും ഞാൻ നോക്കൂല. ഒന്നാമത് എനിക്ക് അതിനുള്ള നേരമില്ല. ഇപ്പൊ തന്നെ 2 ജില്ലയെ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതൊന്നും തിരക്കാൻ വരത്തില്ല. പിന്നെ നമ്മുടെ സർക്കാർ ഇരിക്കുമ്പോഴും സത്യം, ധർമ്മം, നീതി അതിന് തന്നെയാണ് പ്രാധാന്യം. അതുണ്ടെങ്കിൽ തന്നെ പകുതി വൃത്തിയായി കഴിഞ്ഞ് അതാണ് മക്കളെ നിങ്ങളുടെ വീട്ടിലുണ്ടോന്ന് ആദ്യം ഉറപ്പ് വരുത്തേണ്ടത്. അല്ലാതെ ഈ പൂരാടത്തിനും ഉത്രാടത്തിനും ഒക്കെ നിങ്ങൾ ഇങ്ങനെ മൂലം കളഞ്ഞ് പണിയെടുക്കല്ലേ. നമ്മുടെ ശരീരവും മനസ്സും അല്ലേ, അതിന്റെ ആരോഗ്യമല്ലേ പ്രധാനം. ഞാനിങ്ങനെ നിങ്ങളെ ഒന്ന് മനസമാധാനത്തിൽ എന്റെ മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ ചവിട്ടി താക്കണ ഗ്യാപ്പിൽ ഇതൊക്കെ ഞാൻ സൈൻ ചെയ്ത് മേടിച്ചത്. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്വാസം എടുക്ക്, ഒന്ന് സമാധാനത്തിൽ ഒന്ന് ശ്വാസം എടുക്ക്. ആ കോടാലി തൈലോ മൂവോ എന്തെങ്കിലും ആ നടുവിനും കാലിന്റെ കുഴയ്ക്കും ഒക്കെ പുരട്ടിയിട്ട് അങ്ങോട്ട് പോയി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടില്ലേ, പുതിയ മെത്തയും ബെഡ്ഷീറ്റും ഒക്കെ. ആർക്ക് കിടക്കാനാ? എനിക്കോ? എനിക്ക് അതിനുള്ള നേരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങോട്ട് പോയി ഒരു 10 മിനിറ്റ് കിടക്ക്. അത് കഴിഞ്ഞിട്ടുള്ള ഓണമൊക്കെ മതി. അതിന്റെ ആവശ്യമേ ഉള്ളൂ.